പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 11 ബുധൻ. പ്രധാന വാർത്തകൾ. രണ്ടാമത് എഡിഷൻ സമായിൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡിസ്കവർ സമായിൽ പദ്ധതിയിൽ വഞ്ചന പങ്കാളിത്തം. സമായിൽ വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള കൂട്ടനടത്തം പ്രദേശത്തെ പ്രധാന വിനോദ പൈതൃക കേന്ദ്രങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിന്റെ ഭാഗമായി സമായിലിൽ മറവിട്ട് കിടക്കുന്ന സ്വഹാബി മാസിൻ ബിൻ ഖലൂബയുടെ ഖബറിടത്തിലുമെത്തി. ഒമാനിലെ തന്നെ ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് ശിലപാകിയ മാസിൻ തങ്ങൾ നിർമ്മിച്ചതും ഒമാനിലെ ആദ്യത്തേതുമായ പള്ളി ഉൾപ്പെടുന്ന പ്രദേശത്തെ മറ്റു പൈതൃക കേന്ദ്രങ്ങളിലൂടെയും ഡിസ്കവർ സമായിൽ സഞ്ചാരം കടന്നുപോകുന്നുണ്ട്. സമായിൽ കോട്ടയിൽ നിന്ന് ആരംഭിച്ച നടത്തം പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. മുതിർന്നവർ ഉൾപ്പെടെ വിവിധ പ്രായക്കാർ കൂട്ടനടത്തത്തിൽ ആവേശമായി അണിനിരക്കുന്നുണ്ട്. സർക്കാർ, സ്വകാര്യ, കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ നടക്കുന്ന സമായിൽ ഫെസ്റ്റിവൽ ഡിസംബർ 13 വരെ നീണ്ടുനിൽക്കും. സാംസ്കാരികം, വിനോദം, വിനോദസഞ്ചാരം, കായികം, ഇന്നൊവേഷൻ എന്നീ മേഖലകളിലായി 14-ൽ അധികം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക, സാമൂഹിക, കായിക പരിപാടികളിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമായിലിന്റെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുകയെന്നതാണ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 9 മുതൽ 11 വരെ സമായിൽ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നടക്കുന്ന സാമ്പത്തിക ഫോറത്തിനോടൊപ്പം നവീകരണത്തിനും സംരംഭകത്വത്തിനുമുള്ള സമർപ്പിത ഫോറങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മേഖലയുടെ സാധ്യതകളും ഉയർത്തിക്കാട്ടും. സമായിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വിപണനം ചെയ്യുന്നതിനും അതിന്റെ സൈറ്റുകൾ സന്ദർശകർക്ക് പ്രദർശിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമമായ നിക്ഷേപ പദ്ധതികളാക്കി മാറ്റുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നു. പൊതു-സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം ഇടത്തരം സംരംഭങ്ങളും സമായിൽ ഫെസ്റ്റിവലിലുണ്ട്. ആസിയാൻ രാജ്യങ്ങളിലെ അംബാസഡർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒമാനും ബ്രൂണോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചടങ്ങിൽ ഒമാനിലെ ബ്രൂണൈ അംബാസഡർ നൂർ ആലിസൺ അബ്ദുൽ മോമിൻ എടുത്തു പറഞ്ഞു. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, സംസ്കാരം, നിക്ഷേപം, ഊർജ്ജം തുടങ്ങി നിരവധി മേഖലകളിൽ ഈ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും സംയുക്ത ആഗ്രഹം ഇവർ ഊന്നി പറഞ്ഞു. സുൽത്താനേറ്റും ബ്രൂണൈയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ആഴവും ശക്തിയും പ്രതീകപ്പെടുത്തുന്ന ഔദ്യോഗിക സ്മരണിക ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വടക്കൻ ബാത്തിനയിലെ സഹമിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട മാവേലിക്കര മാന്നാർ സ്വദേശിയായ സുനിത റാണിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കേരള വിഭാഗം സാമൂഹികക്ഷേമ വിഭാഗം സെക്രട്ടറി നൗഫലിന്റെ നേതൃത്വത്തിൽ ഗുറം ഖൗല ഹോസ്പിറ്റലിൽ എത്തിച്ച മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്കുള്ള ഒമാൻ എയർ വിമാനത്തിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റ് ആയി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു റാണി. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവെയായിരുന്നു അപകടം. അപകട സമയം കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയായ ആഷ്ലി മറിയം ജോണിനും പരിക്കേറ്റിരുന്നു. നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകരായ തങ്കം കവിരാജ്, രഞ്ജു അനുചന്ദ്രൻ, അനുപമ സന്തോഷ്, സാനി എസ് രാജ്, പ്രസാദ് ആലപ്പുഴ നേതൃത്വം നൽകി. സീബു വിലായത്തിലെ കൃഷിയിടത്തിൽ മരം കയറ്റിയ ട്രക്കിന് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മരം കൊണ്ടുപോകുന്നതിനായി ലോഡ് ചെയ്ത ട്രക്കിന്റെ ഒരു ഭാഗത്ത് നിന്ന് തീ ഉയരുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കൃഷിമാലിന്യങ്ങളിലേക്ക് തീ പടർന്നത് പ്രദേശത്താകെ തീ വ്യാപിക്കാൻ ഇടയാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്താകെ പുക നിറയുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തീ പടർന്നത് പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്ന നിരവധി വാഹനങ്ങൾ കത്തിനശിക്കാൻ ഇടയാക്കി. സംഭവത്തിൽ വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് തുടർച്ചയായ തീപിടുത്തങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. വർക്ക് ഷോപ്പ്, ഗോഡൌൺ, കടകൾ എന്നിവിടങ്ങളിൽ വിവിധ തീപിടുത്തങ്ങൾ ഉണ്ടായി.
സംഭവങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീപിടുത്തങ്ങൾ ആവർത്തിക്കുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വീഴ്ച വരുത്തുന്നത് അപകടങ്ങൾ തുടരാൻ ഇടയാക്കുന്നു. നിരവധി വാണിജ്യ പ്രവർത്തനങ്ങളാണ് മൊബേല ഇൻഡസ്ട്രിയൽ ഏരിയയിലും പരിസരങ്ങളിലും പ്രവർത്തിച്ചു വരുന്നത്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിച്ചു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് 20 വർഷം കഴിഞ്ഞാൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കാൻ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.